ഇട്ടാ മതി ഓണല്ലേ. ഹലോ മൈ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സൽമാനാണ് ഇന്ന് നമ്മളെ ഇന്നത്തെ പരിപാടി. നമ്മൾ നമ്മുടെ തട്ടിലേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. സൽമാനെ കാണിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ ഒപ്പം അൽഫാസ് അൻവർ മാനേജർ ഇർഫാൻ മജീദ് പിടിച്ചേറ്റ്. നമ്മുടെ സുഹൃത്തുക്കൾ ജുമാ നമസ്കാരം കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്നുണ്ട്. പിള്ളേർക്ക് വീട്ടിൽ പോകാനുള്ള ഒരു പണിയിലാണ്. പോരാ പിന്നെ വാപ്ചിന്ന് കേറാ ഉള്ളൂ. വാ കേറിയിരിക്കും. ഇന്നത്തിരിക്കാനുള്ള സൗകര്യമുണ്ട്. എന്താ നമ്മള് നീ പറ്റി വേണ നീ വന്നോ പെരുമ്പാര് വേറെ നീ ഇങ്ങോട്ട് കേറുന്ന സമയമില്ല. സാധനം അന്ന് വേണ്ട അവിടെ ഇരുന്നു. നീ ഒന്ന് പോണല്ലോ. നീ വണ്ടി എന്റെ പൊന്നിർഫാൻ പറഞ്ഞേ എടാ ഇത് കാശിന്റെ ചോദിക്കാണ്. നീ ഇതൊന്നും എടുക്കല്ലേ? ഹലോ നീ ചോദിച്ചോ, നീ എടുത്തോളാ. ഇതൊക്കെ നമ്മളെ കണ്ടിട്ട്. എടാ നീ എവിടെയാ? മറ്റേ കേറിയിട്ടില്ലാന്ന് എപ്പ കേറുന്നു. ഇന്ന് നമ്മുടെ റസാക്കിന്റെ തച്ചുടുകളുടെ നോമ്പുരയാണ്. അപ്പൊ നമ്മൾ അവിടെയാണ് കൂടാൻ പോകുന്നത്. അപ്പൊ ഓഫീസിൽ വിളിച്ച് വിളിയായിരുന്നു. ഇനി പോയിക്കാ കോഴിയുടെ അഭിമാന പ്രശ്നമായിട്ട് കോഴി വിളിക്കാത്തത് പോലെ തന്നെ കോഴി പറയുന്നത്. പക്ഷെ നമ്മളെ സുഹൃത്തായോണ്ട് നമ്മളെ സുഹൃത്തായിട്ട് നമ്മൾ എന്തായാലും പോകും. എന്നിട്ട് പങ്കെടുക്കും. അതാണ് മെയിൻ ഉദ്ദേശം. പർച്ചേസിംഗ് ഇറങ്ങിയതാ സൽമാന്റെ. എന്തെങ്കിലും പറയണ കോഴി താട്ടം മെയ്ക്കറിയാലോ. അത് പറ്റി സിനിമ കാണാൻ പറ്റിയേക്കെന്ത് ഒരു കഥ അങ്ങോട്ട് പറഞ്ഞ സൽമാനെ. പണ്ട് നമ്മളിങ്ങനെ ഒരു വഴിക്ക് പോയതാ. എന്നിട്ടൊന്ന് പോയി ചായ പിടിച്ചിട്ട് ഇതാ പറഞ്ഞ എന്തെങ്കിലും കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു അവന്റെ എന്തെങ്കിലും പറയാറുണ്ട്. ഇതിപ്പോ ഒരു കഴിവില്ലാത്ത കുറെ ആൾക്കാരും ലോക കഴിവില്ലാത്ത ഒരുത്തനാണ് ഈ വണ്ടി ഓടിച്ചിരിക്കുന്നത്. ഒരു കാര്യമല്ലോ ഇവനെ കൊണ്ട്. കുത്തിയൊക്കെയുള്ള സോറി കുത്തി കേക്കൂല. അതെ, നമുക്ക് കൂട്ടത്തിൽ ആർക്കും കഴിവില്ലാത്തോണ്ട് ഒരു പരിപാടികളും ഇല്ല. നമ്മുടെ പൂച്ച വീഡിയോഗ്രാഫറാണ്. കറക്റ്റ് അതൊക്കെ എടുത്ത് അറിയാട്ടോ. കോഴി നീ കഴിവേറിയമായിരുന്നുള്ള കണ്ടന്റ് വിട്ട് വേറെ കണ്ടന്റ്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ കഴിവുള്ള ഒരാളെന്ന് പറയുന്നത് നെസല് മാത്രമാണ്. അവനാണ് പക്ഷെ വീഡിയോ എടുക്കുന്നത്. ഇനി അവനെ കുറച്ച് ബിഹൈൻഡ് സീൻ എടുത്ത്. ഇതാണ് ഞങ്ങളുടെ നെസൽ കട്ട. നെസലെ ബേബിയുടെ വണ്ടി എന്ത് തെറി പറയണം ഇതില്. രണ്ടു വാക്ക് വളരെ നല്ല സന്തോഷം. ഫസ്റ്റ് വ്ളോഗിനെ പകുതി വെച്ച് കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഇവൻ വിളിക്കണേ. എവിടെ വരെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ വണ്ടർലേ പോണ രണ്ടാമത്തെ പാർട്ടി ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ? അവിടെ വരെ ഞാൻ കണ്ടു. പിന്നെ റസാക്കിനെ കളിയാക്കണേ കണ്ടിട്ട് എനിക്ക് നല്ല കുറച്ച് നല്ല കുഴപ്പമില്ല. ചിരിക്കാനുള്ള സാധനം എത്തിയിട്ടില്ല. 3 മിനിറ്റ് ആയിട്ടുള്ളൂ. 14 മിനിറ്റ് ഇല്ല. ഫസ്റ്റ് ഇഷ്ടംപോലെ ഒരു ലൈക്ക് ചെയ്ത് ഇനി 2 വാക്ക് ഇപ്പം പറഞ്ഞ ഞാൻ വീഡിയോ അടുത്തത് ഇനി 2 വാക്ക് വരാൻ വേണ്ടി നമ്മുടെ വീക്കെൻഡിന്റെ മുതലാളി. നന്ദി. നമ്മളിതാ പാലക്കാട് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് പെരുമ്പാറിലേക്ക്. ഇനിയിപ്പോ സംസാരിക്കാൻ പറയാന്ന് വെച്ചാൽ നമ്മുടെ വീക്കെൻഡിന്റെ ഓണറായിട്ടുള്ള ഇർഫാൻ മജീദാണ്.
സൽമാൻ കൊടുക്ക്. ഞാൻ സംസാരം കണ്ടില്ല. ഫസ്റ്റ് അറിഞ്ഞില്ല. വീഡിയോ കാണുമ്പോ സംഭവം എനിക്ക് അതിന് മുമ്പ് നോക്കിട്ട് നടന്നത്. ഞാൻ കണ്ടു. നമ്മുടെ ഇവിടുത്തെ മെയിൻ ഇവന്റ് ടീമാണ് നമ്മളെ ഇർഫാൻ നയിക്കുന്ന വീക്കെൻഡ്സ് ഇവന്റ്. അപ്പൊ അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ചെറുക്കഞ്ചൂരിലെ കല്യാണപ്പത്തിൽ പെണ്ണിഞ്ചൂരുള്ള അങ്ങനെ അതുപോലത്തെ കുറച്ച് പ്രത്യേകമുള്ള കുറെ പരിപാടികളൊക്കെ ഉള്ളൊരു പരിപാടിയാണത് വീക്കെൻഡ് ഇവന്റ്. അപ്പൊ ഇനി എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീക്കെൻഡ് ഇവന്റ് കോണ്ടാക്ട് ചെയ്യുക. പെണ്ണിന്റെ വീട്ടിലെ അടുത്ത നമ്മുടെ മെയിൻ ബംഗാളിയാണ് സൽമാൻ. പെരുന്നാള് കഴിഞ്ഞിട്ട് കല്യാണം വരുന്ന ആർക്കും വേണമെങ്കിലും നമ്മളെ ബന്ധപ്പെടാം. അയ്യോ ഇതെങ്ങനെ ശരിയാവും? ഒരു മിനിറ്റ്, ഈ ക്യാമറ ഒന്ന് എന്റെ സീറ്റ് ബെൽറ്റ് വരാം. എപ്പോഴും നമ്മൾ വിയർ സീറ്റ് ബെൽറ്റ്. നമ്മുടെ സേഫ്റ്റിയാണ് നമുക്ക് മുഖ്യം. നമ്മുടെ കോഴിയുടെ വണ്ടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഞാൻ കോഴിയുടെ വണ്ടിയിൽ ആദ്യമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്താ പറയാ, സോറി റിസ്ബാൻ കോഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. 10,000 പേര് പറ്റിയത് വെറുതെ കേട്ടാ. 20,000 കൊടുത്തെങ്കിലും അതിനും എത്ര വില കൊടുത്താലും ആ പേരിനൊരു ഇതില്ല. കോഴി മനസ്സിലായോ? ആ കോഴിന്ന് ഈ മൗലൂദ് റിസ്ബാൻ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവോ? ഇല്ല. ഇല്ല. പക്ഷെ കോഴി ആ വീട്ടുകാരന്റെ അടുത്ത് നിന്ന് കോഴി എന്ന് പറഞ്ഞാൽ വാപ്പാക്ക് വിളിക്കും. ഞാൻ ഒരു സമയത്ത് ഞാൻ വിളിച്ചിട്ടുണ്ട്. എന്റെ ചിങ്ങ എന്തുന്നാ നീ വിളിച്ചാ റിസ്വാനല്ലേ? അന്നെന്തോ നല്ല കൂടുതലായിട്ട് തെറിയിട്ടില്ല. പഠിച്ചോ കാത്ത് അപ്പൊ അവനുമ്പോ തീറുപദേശം ഫസ്റ്റിന് ആരാ വെച്ചിട്ട് പോയി കൊയ്ത് വിളിക്കണേ. അവനുമ്പോ തീറുപദേശം ഫസ്റ്റിനെ വിളിക്കൊണ്ട് തെറിയിട്ടില്ല, ഉപദേശം മാത്രമായിട്ടുള്ളൂ. പിന്നെ റൈസ് മറ്റേ ഫറാൻ പോയി വിളിച്ചു. ഫറാനാണെന്ന് മായിനപ്പുക്കട ഫറാൻ അവർക്കാണെന്ന് തെറിയിട്ടത്. അതുപോലെ അതിന് മുമ്പ് ഒരു വെല്ലുമ്പ ഉണ്ടായിരുന്നു. വെല്ലുമ്പ മുട്ട വിറ്റാ എന്ത് പറഞ്ഞാലും തെറിയാം. പ്രായം അപ്പൊ ആദ്യം നമ്മളാ വീട്ടിൽ അതുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം വീട്ടിൽ ചെല്ലുമ്പല്ലേ നമ്മള് കണ്ണുതരിക്കും. അതിന്റെ വെല്ലുമ്പ ഇറങ്ങി വരലും തീർന്നവരായിരിക്കും. പക്ഷെ പാവം മരിച്ചുപോയി. എന്താ ഇങ്ങനെ മോശം പറഞ്ഞല്ലോ ഉള്ള കാര്യം പറഞ്ഞാണ്. പണ്ടൊക്കെ ആൾക്കാര് കുടി കയറി കഴിഞ്ഞാൽ ചീത്തറിയൂലേ വയസ്സായവരൊക്കെ? അത്രേ ഉള്ളൂ. പക്ഷെ കോഴിക്ക് ഒരുപാട് കുടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ഇവിടെ നാട്ടിലെ പിള്ളേര് പറയണ ഇവന്റെ പുല്ലെടുത്ത് വീടിന്റെ അടുത്തുള്ള പുല്ലെടുത്ത് വിറ്റ് റിസ്വാൻ വീട്ടിലെ പുല്ലെടുത്ത് വിറ്റ് അബ്ദുറസാഖ് വിളിക്കണ്ട. അബ്ദുറസാഖ് പറഞ്ഞു പർച്ചേസ് ചെയ്യാനുള്ള കാശുള്ളൂ. നീ നോമ്പുറായിട്ട് നീ കാശ് കൊടുക്കാൻ നിൽക്കണ അവര് ചെയ്തോളൂ. നീ നമ്മുടെ അബ്ദുറസാഖാണത്. അബ്ദുറസാഖ് ഇല്ലീഗൽ ഡീലിംഗ് കേട്ട് സൽമാനെ കോണ്ടാക്ട് ചെയ്യാണ്. ഇവയൊക്കെ പരിപാടിക്ക് നമ്മൾ ഉണ്ടാവില്ല. റസാഖിനടുത്ത് പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞു വെച്ചു നമ്മൾ ഇടപാട് എടുത്ത് പോകട്ടുണ്ട്. റസാഖ് ഇവക ഇല്ലീഗൽ പരിപാടി നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളൊരു കുട്ടിയെ എടാ അസ്തോഫുറുല്ലാ നോമ്പാണ്. അസ്തോഫുറുല്ലാ റമദാൻ മാസമാണ്. ആ നോമ്പ് പിടിച്ച് കുട്ടീനെ നോമ്പ് പിടിച്ച അവന്മാരെ കുട്ടീനെ തള്ളയിടാൻ നോക്കാം. പിന്നെ അവിടെ എങ്ങനെയാ നമ്മ പെരുമ്പാർ സിഗ്നലാണ്. അവിടെ അപ്പുറം ക്യാമറ എന്താ ശരിക്കുള്ള യഥാർത്ഥ ക്യാമറമാൻ നമ്മുടെ അടുത്തൊരു നിഹാൽക്കായാണ് നസൽക്ക. ചെങ്ങായി എന്തോ പറയണ്ടി
നമ്മളിപ്പോ പോകുന്നത് ഒരു വീട്ടിൽ സാധനം കൊടുക്കാനാണ് പോകുന്നത്. എന്ത് സാധനം? നമ്മൾ പെരുമ്പാവൂർ സാദിക്കാർക്ക് ജെയ്സ് കൊടുക്കാനാണ് പോകുന്നത്. ബോഡി ലൈൻ ഇവിടെ ബോഡി ലൈൻ ഇർഫാൻ നോമ്പായിട്ട് പ്രോപ്പർ ഡയറ്റിലേക്കാണോ? നോമ്പ് എന്തെങ്കിലും സമൂസ സമൂസ ഡയറ്റ് ആണല്ലേ? അങ്ങനെ കാര്യങ്ങളൊക്കെ പോണത്. അപ്പൊ എന്റെ ജിമ്മിൽ പോകും. സൽമാൻ ആ ബ്ലോഗിങ്ങിന്റെ വൈബിലേക്ക് വന്നു. അതുകൊണ്ട് തലവാല കുരികളിലേക്കാണ് ക്യാമറ കിട്ടാൻ വേണ്ടി. തിരിച്ചു പോകുമ്പോ ഈ വണ്ടി നമുക്ക് കിട്ടിയ കണ്ടീഷനെ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ റിസ്ബാന്റെ ഡാഡി പപ്പ ചിത്രന്നായിരിക്കും. അപ്പൊ റിസ്ബാന്റെ അടുത്ത് ഞാൻ ഈ വണ്ടി എടുക്കാൻ വേണ്ടി പള്ളിയിൽ വെച്ച് പറഞ്ഞപ്പോൾ റിസ്ബാന്റെ അടുത്ത് പറയുന്നത് അറിയാം, വണ്ടി വീടിന്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഡീസൽ വരും. അതിനുള്ള ഡീസൽ വരുമല്ലോ വണ്ടിയില്. പക്ഷെ നമ്മളിപ്പോ നമുക്ക് കാണാൻ കഴിയും വണ്ടിയുടെ ഡീസൽ എത്ര കട്ട, 2 കട്ടയാണ് വണ്ടിക്ക് ഡീസൽ ഉള്ളത്. ഇവൻ തന്നെ എങ്ങനെ പിടിച്ചാൽ കണ്ടാ പോരാ. എടാ ഇങ്ങനെ പിടിച്ചെന്താ കാണാത്ത? നമുക്ക് ഊടായി കോഴി റിസ്വാൻ. പക്ഷെ അപ്പൊ നമ്മള് പറഞ്ഞു വന്ന കാഴ്ച എന്ത് വില കൊടുത്തു റിസ്വാൻ വീട്ടിൽ നിന്ന് വണ്ടി ഇറക്കി. അതും നമ്മുടെ തട്ടിന് വേണ്ടി, നമ്മുടെ റമദാൻ തട്ടിന് വേണ്ടി. നമ്മുടെ പിള്ളേർക്ക് ഒരു ആശൈ എന്ന് പറഞ്ഞാൽ വലിയ ആശൈ. സൽമാൻ ഒരു വണ്ടി എടുക്കാൻ, സൽമാന്റെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ നമ്മളത് നിറവേറ്റി കൊടുക്കണം. ഒന്നും നോക്കിയില്ല, സൽമാന്റെ ആശയം നമ്മൾ നിറവേറ്റി. സാധിച്ചു. അടുത്ത പമ്പിലൊന്നും ഇല്ല, ഫ്രീ ആണ്. ഫസ്റ്റ് കസ്റ്റമേഴ്സിന് ഫ്രീ ആന്ന് പറഞ്ഞു. കാര്യം ഈ വണ്ടി എടുത്തിട്ട് 2017 വണ്ടി എടുക്കുന്നത്. പക്ഷെ സൽമാൻ ആദ്യമായിട്ടൊന്നും വണ്ടി കയറുന്നത്. ഇതുപോലത്തെ ഒരു വണ്ടിയുള്ള വേറൊരു കൂട്ടുകാരൻ വണ്ടിയാണ് മമ്മു. പക്ഷെ ആളില്ലാത്തപ്പോ അവനെ പറയാൻ പാടില്ല. അവര് വീഡിയോ കോൾ ചെയ്ത് അവനിക്കൊരു കാണിച്ചു കൊടുത്തു. എന്നാൽ ഞാൻ പറയാം, ഞാൻ ഇതുവരെയായിട്ട് ആ വണ്ടിയിൽ കയറിയിട്ടില്ല. കുഞ്ഞു സുഹൃത്തുക്കളെ, നമുക്ക് ആഗ്രഹമുണ്ട് നമ്മളൊന്ന് കേറ്റണം എന്നല്ല. പക്ഷെ പുള്ളി പെൺപിള്ളേരെ മാത്രമേ കേറ്റുള്ളൂ. അങ്ങനെയല്ല, സോറി അവൻ ഫീമെയിൽസിന് മാത്രമേ കേട്ടുള്ളൂ. എന്താന്ന് അറിയാൻ പാടില്ല. ഫീമെയിൽ എന്ന് പറഞ്ഞ നോമ്പുറിയൊന്നുമില്ല. എന്തോന്നാണ് നെസല അതെന്തോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ എണീ വിളിച്ച് ഞാൻ പറഞ്ഞോളാം. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മളെ അമ്മ നീ അവനെ വിളിച്ചോ മമ്മൂന വിളിച്ച് നമുക്ക് സംസാരിക്കാം. കുഴപ്പമുള്ള കേസല്ലോ. ആ കേസുള്ള സോറി. ഈ മമ്മൂക്ക് ഫീൽ ആയില്ല. ചുമ്മാ ചെറുക്കാൻ റൈറ്റ് തൊട്ട് കേട്ടോ. റിസ്വാൻ അറിയാത്ത വഴിയില്ലാന്നാണ് റിസ്വാൻ പറയുന്നത്. ഞങ്ങളുടെ എടുത്തോ ലെഫ്റ്റ് ടേൺ ഉള്ളി ഇതിന് മാത്രമേ ഉള്ളൂ. ലെഫ്റ്റ് ഉള്ളി വലിയ വണ്ടിക്കാ ഇത് കാണണ്ട സുഹൃത്തുക്കളെ. ലെഫ്റ്റ് ടേൺ അവിടെ 2 ഇതിനകത്താണ് കൊടുത്തേക്കണം. ഇത് കണ്ടു 2 ട്രക്സിനുള്ളിൽ ലെഫ്റ്റ് മൂവാ. അപ്പൊ എല്ലാം കാണണ്ടവൻ. പക്ഷെ ഒരു കാര്യമില്ല, നീ ലേണേഴ്സ് എങ്ങും വന്നില്ല. എടാ കയ്യൊന്നും വന്നില്ലല്ലേ, എനിക്ക് കാണാൻ പറ്റില്ല ഈ ക്യാമറ. നീ എന്നീ പറയണ നമുക്കറിയാടാ ഫോണിൽ ക്യാമറ എടുക്കാനൊക്കെ. എന്റെ ചെങ്ങായി ഇവനൊരു വ്ളോഗിങ് കൊണ്ടുവന്ന പിന്നെ മനുഷ്യന് തലക്ക് വെളിയില്ല. ഇവനെ കൊണ്ട് നേരെ പിടിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ ഇത്ര ആൾക്കാർ സംസാരിച്ചിട്ട് ഇവിടെ കണ്ട ഇത്ര ആൾക്കാർ സംസാരിച്ചിട്ട് നമ്മുടെ ഇർഫാൻ മാത്രമൊന്നും മിണ്ടല്ല. എന്താ അറിയാനുള്ള ഇർഫാന്റെ ഫോണിലാണ് നമ്മള് വ്ളോഗ് എടുക്കണം. പക്ഷെ അവന്റെ ചിക്ക് ലൈവ് വിളിക്കുന്നുണ്ട്. ചിലപ്പോ അതുകൊണ്ടായിരിക്കും പുള്ളി. ഞാൻ ലൈവ് വിളിച്ചായിരുന്നു. ആ വണ്ടി എവിടെ എത്തി? ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മള് സ്ഥലത്ത് എത്തിയുണ്ട് ഗൈസ്. ഇർഫാന്റെ ചിക്ക് വിളിച്ചോണ്ട് ഇർഫാൻ ഭയങ്കര ടെൻഷനാണ്. ഇർഫാനെ നിന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇർഫാന്റെ ചിക്ക് ഇർഫാനെ നിന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇർഫാന്റെ ഫോണായത് ഇർഫാൻ ഭയങ്കര സങ്കടത്തിലാണ്.
ക്യാമറ പിടിച്ചു. അപ്പൊ നമ്മള് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പെരുമ്പാറ മെയിൻ തട്ടകത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി കാണാൻ പോണ പർച്ചേസ് ആയിരിക്കും. അപ്പൊ നമ്മള് സൽമാന്റെ മുട്ടക്കടയിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ നമ്മള് ഡ്രാഗൺ മുട്ടയാണ് എല്ലാ ദിവസവും ഇവിടുന്ന് മേടിക്കുന്നത് നമ്മുടെ തട്ടിലേക്ക്. ഡ്രാഗൺ മുട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീൻ സാധനം. നമ്മുടെ തട്ടിലൊന്നും എല്ലാവരും കഴിക്കേണ്ടതാണ് ഡ്രാഗൺ മുട്ട. സൽമാനെ പറഞ്ഞേ നമ്മുടെ സാധനം എന്തൊക്കെയാ? കൈ പിടിച്ചു ഫസ്റ്റ് പൈനാപ്പിൾ പിടിച്ചെടുക്കാൻ പറ്റില്ല. പൈനാപ്പിൾ എത്ര വില? 65 70 5 രൂപ കൂടി 65 70 മാറിയേക്കാണ് ഗൈസ്. പിന്നെ നാളെ തൊട്ട് ആള് കൂടുതൽ. നാളെ ചിലപ്പോ ആള് കൂടുട്ടോ. അത് ഇവിടെയല്ല, അത് തൊടുപുഴ പോയി കാണിക്കോ. നമുക്ക് നാളെ തൊടുപുഴ കിട്ടാലോ. 500 അടിച്ച് ഡീസൽ എടുത്ത് തൊടുപുഴ പോയി നമുക്ക് മേടിച്ചിട്ട് വരാം. എന്താ നീ പറയണേ? 2 വാക്ക് എന്തൊക്കെ പറയണ്ടേ ഇതിന്റെ കൂടെ അറിയാൻ പാടില്ല എന്തൊക്കെ പറയണേന്ന്. ഇർഫാൻ ആളെ കാണുമ്പോ ഭയങ്കര ഇൻവെർട്ടറാണ്. പക്ഷെ അങ്ങനെ ഇല്ലാട്ടോ, പൊതുവെ അങ്ങനെ ഇല്ലാട്ടോ. പൊതുവേ ഇല്ല പേടിക്കണ്ട, ഇത് വേറെ പരിപാടിയാ. അപ്പൊ നമ്മുടെ ഇർഫാനാണ് ഇന്നത്തെ ചുമട്ട് തൊഴിലാളിയായിട്ട് നമ്മള് കാണിച്ചേക്കുന്നത്. ഞാൻ ഇതിപ്പോ ഇവിടെ കൂട്ടാ പണിയെടുപ്പിക്കണ ഒരു ഫീൽ ഇർഫാന് കൊടുക്കരുതെന്നും ഇർഫാൻ ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. പണിയെടുപ്പിക്കുന്നതായിട്ട് എപ്പോഴും തോന്നിക്കരുതെന്ന് ഇർഫാന്റെ ഉമ്മച്ചി എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇർഫാൻ അത് ഭയങ്കര തലയും മാലൊക്കെ നോക്കണ്ട്. സെൽവം എല്ലാം പഠിച്ചിട്ടോ, സെൽവം എല്ലാം എല്ലാം അറിയാ. കണ്ട് നിക്കോക്കി ചെയ്യുന്നുണ്ടോന്ന് മനസ്സിലാക്കാൻ വരെയുള്ള ഒരു അറിവിലേക്ക് എത്തി സൽമാൻ. ഒറ്റ ഒരു കറക്കല്ലൊക്കെ ഇത് കൊള്ളാട്ടോ. 360 കറക്കിയിട്ടാ സൽമാന്റെ പരിപാടിയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ തട്ടിലേക്ക് നോമ്പ് തീരെ നമ്മുടെ തട്ടുണ്ടാവും. അപ്പൊ എല്ലാരും മസ്റ്റ് ആയിട്ട് വരണം. വരാത്തവർക്ക് തീരെ നഷ്ടമായിരിക്കും. ആ സാധനം ഉണ്ട്. ഇനി കുറച്ചു നേരം നെസലിനെ കാണിച്ചു കൊടുക്കട്ടെ. നെസൽ ക്യാമറാമാന്റെ ഒരു സീരീസ് നമ്മൾ നെസലിനെ പറ്റി ഇറക്കുന്നതായിരിക്കും. അതിനുള്ള ആളുണ്ട് നെസല് സച്ചു അങ്ങനത്തെ കുറെ ഗ്യാങ്ങുകൾക്ക്. അൽഫാദേ എന്താ വേണ്ടേ? അപ്പൊ നമുക്കിനി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ള ബാക്കി വിശേഷങ്ങൾക്ക് കിടക്കാം. ഓക്കെ, ഓഫ് ചെയ്യരുത്, മനസ്സിലായോ? കണ്ടിന്യൂറ്റി നമുക്ക് വേണ്ടത്. ഓഫ് ചെയ്യരുത്. വീട്ടിലേക്കുള്ള പച്ചക്കറികൾ വാങ്ങിക്കാനായിട്ട് ഇർഫാൻ പോണ്ട്. ഇർഫാന്റെ പുറകെ പോവാം. ഇർഫാൻ എന്താണ്ടേ? കോളിഫ്ലവറാ? ഇർഫാന് കറക്റ്റായിട്ട് ഡ്രാഗൺ മുട്ടയുണ്ട്. ഡ്രാഗൺ മുട്ട 580. എന്നാ ഒരു 50 എടുത്തു. ഇർഫാൻ മറ്റേ ജിമ്മിൽ പോകുന്നുണ്ട്, പ്രോട്ടീൻ എടുക്കാണ്. ഡ്രാഗൺ മുട്ട ഇവിടെ നമ്മൾ ഡ്രാഗൺ മുട്ട പറിച്ചു ചെയ്യുന്നത്. നമ്മൾ ഡ്രാഗൺ മുട്ട എടുക്കണേ. ഇതാണ് നമ്മുടെ ഡ്രാഗൺ മുട്ടയുടെ മുതലാളി. ഞങ്ങള് ഭയങ്കര മാർക്കറ്റിംഗ്. പിന്നെ നമ്മളെ അതേ വന്ന് സാധനം റെഡിയായി. വേറല്ല, ടോട്ടൽ 60 10 കൂടി. അതൊക്കെ സെറ്റാന്നേ. നമ്മള് ഇവിടെ ഡ്രാഗൺ മുട്ട, നമ്മുടെ തട്ടിലേക്കുള്ള മെയിൻ മുട്ട 580 പറയുമ്പോണ്ടല്ലോ. 60 സെറ്റ്, 60-70 സെറ്റ് ചെയ്ത് വെച്ചേക്കാലേ. കട നോക്കിയാ ചോട്ടോ. അപ്പൊ മുട്ട വേണ്ടവര് നേരെ നമ്മുടെ മാർക്കറ്റിലേക്ക് പോരാ. പെരുമ്പാവൂരുള്ള നമ്മുടെ ദേശീയ മുട്ടക്കട. നമ്മുടെ പേര് പറഞ്ഞാൽ മതി. കാശ് കൊടുക്കണോട്ടെ. പേര് മാത്രം കാര്യമില്ല, കാശ് കൊടുക്കണം. സാധനം കിട്ടില്ല. അല്ലെങ്കിൽ ഓഫ് വേണ്ടോ? എല്ലാം കഴിയുമ്പോ ഓരോന്ന് ഓഫ് ചെയ്തോണ്ടിരിക്കുക. ഇർഫാൻ നീ പറ 2 വാക്ക്. ഞാൻ വീഡിയോ ഇൻവെർട്ടർ വാ സൽമാനോടെ. സൽമാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഫ്രഷ് ഉണ്ടോ നോക്കാൻ വേണ്ടോ?
നമ്മുടെ വണ്ടി ഒന്നും നോക്കിയില്ല. വാപ്പ വില വേശി എടുത്തു നമ്പർ. ഒന്നും നോക്കിയില്ല. വാപ്പാക്ക് ഒരേ ആശയി. വാപ്പാക്കും ആശയി. ഒന്നും നോക്കിയില്ല. നമ്മൾ സഹായിച്ചു കൊടുത്തില്ലേ? വന്നെ നമ്മുടെ മൊയിലാളി ഇന്നത്തേക്കുള്ള തട്ടിലേക്കുള്ള സാധനങ്ങളായിട്ട് തന്നെയുണ്ട്. കിണിയിൽ മാൻമിഴിയും ഇവിടെ നോക്കി പോകുമ്പോ ആൾക്കാർ നമ്മള് വ്ളോഗൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ആളായിരിക്കും. പെരുമ്പാവൂർ ഏതാ ഉള്ളത്? ഇതേതാ പുതിയത് വെച്ചാല് ഇവിടെ നിക്കാ ക്യാമറ പിടിച്ചിട്ട് ഇങ്ങനെ നിക്കാ. ഹലോ ഫ്ലസ്ക്. സത്യം പറ എനിക്കറിയാമുള്ളത് ഇതിവിടെ ആദ്യമായിട്ടാ ഇത് ഫ്ലസ്ക് നീ പറയണ്ട. ഈ റീലൊന്നും എനിക്ക് ഒരാളെ കേട്ടാ. അപ്പൊ ഡ്രാഗൺ മുട്ടയോടുള്ള കാശ് നമ്മള് പേയ്മെന്റ് നടത്തിയേക്കാണ്. സേഫ്റ്റി ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മുട്ട കഴിക്കണവർക്ക് എല്ലാവർക്കും ഊർജവും ഉന്മേഷവും കിട്ടും. നമ്മുടെ ഡ്രാഗൺ മുട്ടയുടെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ആരിഫാത്ത ചമ്മന്തിയാണ്. അതാണ് ഏറ്റവും ടോപ്പ്. ഇനി നമ്മള് ബിഹൈൻഡ് ദ സീൻ ഉണ്ടാക്കുന്ന ഒരു ദിവസത്തെ വ്ളോഗ് അവിടെ തുറന്നിട്ടോ. ഞാൻ അടച്ചില്ല. സൽമാനം എനിക്ക് വയ്യേ. നീ എവിടെയാ തൊട്ടുകൊണ്ടിരുന്നേ? ഞാൻ മുട്ട അകത്ത് പിടിച്ചാടാ. മുട്ട അകത്ത് പിടിച്ചേ. 16 അല്ല 60 മുട്ട. എന്തല്ലേ ഞാൻ പറഞ്ഞേ. ഒരു കഴിവില്ലാത്ത കുറച്ച് കൂട്ടങ്ങളെ നമ്മളൊന്ന് വെട്ടേക്കുന്നത്. പച്ചമാങ്ങ. അടുത്ത് നമ്മള് പച്ചമാങ്ങ മേടിക്കാനാണ് പോണത്. പച്ചമാങ്ങ ഒറ്റക്ക് എന്തോ ആലോചിച്ചൊക്കെ പോണ്ട്. ഒറ്റക്ക് എങ്ങാണ്ടേക്കൊക്കെ പോണ്ട്. പച്ച റബ്ബേ. കട്ട് ചെയ്താ ഇനി നമ്മള് കട്ട് ചെയ്താ. ഇപ്പൊ നമ്മള് എന്തൊക്കെ മേടിച്ചു സൽമാനെ? മാങ്ങ മോശം. മോശമാണോ? മാങ്ങ മോശമാണെന്നാണ് സൽമാൻ നോട്ടത്തി പറയുന്നത്. ഇനിയിപ്പോ സൽമാനെ ഇനി വേറെ പോണം. സൽമാൻ ഒറ്റ നോട്ടത്തി പറഞ്ഞു സാധനം മോശമാണ്. സൽമാന്റെ 7-8 ദിവസം ഇത് സൽമാൻ എല്ലാം പഠിച്ചുട്ടോ. ഞാൻ പഠിച്ചിട്ടുണ്ട്. സൽമാൻ ഒരു വെട്ടിപ്പൊളിച്ചോക്കി തിന്നാനാണ് പറയുന്നത്. നോമ്പാത് ഇപ്പോഴും മറന്നുപോയേക്ക. സൈസ് ചെറുതാന്നാണ് സൽമാൻ പറയുന്നത്. പച്ചമാങ്ങ കേട്ടില്ല. ഒരാശൂടിയും പറയും. സമയത്തിന്റെ ആഘാതം മൂലം നമുക്ക് ഇന്ന് ചുമ്മാ കൊണ്ട് നമ്മളൊന്ന് വൈകി പോയി. അതാണ് നമുക്ക് ഇന്ന് പറ്റിയത്. മാങ്ങണ്ടോ? മാങ്ങയില്ലാണ്ട് കേട്ടോ പാടില്ലോ. ഇർഫാൻ എന്തോ നിരാശയിലാണ്. പച്ച മാങ്ങണ്ടോ? ഇതാണോ? ഇതുണ്ടാക്കാം.
കിലോ വേണം. ഇനി സൽമാൻ പറക്കുന്നത് നമുക്ക് കുറച്ച് നേരത്തേക്ക് വേണം. സൽമാൻ എണ്ണി പറക്കാണ്. ചീഞ്ഞ നോക്കി മാത്രം പറക്കിട്ട് കൂട്ടപ്പോഴും എനിക്കെല്ലാം അറിയാം. കവറാട്ടാ ഒരു കിറ്റ് മേലെ അതിനകത്ത് എന്ത് പണിയും ഇർഫാൻ എടുക്കുന്നതാണ്. കണ്ടോ കിറ്റ് മേടിക്കുക. ഇർഫാന്റെ മമ്മീജി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇർഫാനെ പണി എടുപ്പിക്കുന്നതായിട്ട് തോന്നിച്ചു ഇർഫാൻ അപ്പൊ വീട്ടിൽ പോകും. കുമ്പളങ്ങി പരോട് പണി എടുപ്പിക്കുന്നത് തോന്നരുത്. നമ്മുടെ മച്ചാൻ വന്നിട്ടുണ്ട്. മച്ചാ നല്ല നോക്കി പറക്കിട്ടോ. ബടാവാല ചെയ്യ്. ബടാവാല ബടാവാല മാത്രം മതി. ഇന്ത്യയിലും വലിയ നാനിയുള്ള वीडियो हो रहा है ना? हाँ वीडियो यूट्यूब में वीडियो नीचे वाला नीचे नीचे बड़ा वाला नीचे हाँ ഓ കോഴി ബടാ ബടാ എടുക്കണ്ട്. കോഴി ബടാ ബടാ സെലക്ട് ചെയ്യുന്നു. താഴ്ത്തുണ്ട് താഴ്ത്തിട്ട് ഒട്ടച്ച കേട്ടെ ചെറുതാട്ടോ. ഇന്നത്തേക്ക് എല്ലാരും ഒന്ന് സഹകരിക്കണം. അടിയിലുണ്ട് സാധനങ്ങള്. എങ്ങനെയുണ്ട്? നോമ്പുണ്ടോ? പേരെന്താ? നാം ക്യാ ഹേ? इस्लाम ഇസ്ലാം. ആ ഇസ്ലാമാന്ന് റോജായ റോജ റോജാനേ റോജായ നോമ്പൊക്കെ ഉണ്ട് പയ്യന്. എത്രയിലുണ്ടെന്ന് നോക്കിയാൽ ചെറുതുണ്ടോ? ചോട്ടാ വല്ലനെ ചെയ്യാം. 7 കിലോയാ? 5 എടുക്കണ്ടോ? 5 ഇത് 5 കിലോ വയ്ക്കണം. ഇതാ ഇത് എത്ര നോക്കി. ഇത് 5 കിലോ വയ്ക്കും. അപ്പൊ തൂക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. തൂക്കി കഴിഞ്ഞിട്ട് പേടിക്കണ്ട, കാല് വരെ കിട്ടും. 5 എടുക്ക്, ബാക്കി വേറെ കിറ്റ് എടുക്ക്. സെപ്പറേറ്റ് ആക്കട്ടെ. ഇതിന് 5 ചിലപ്പോ വലുതുണ്ടാവില്ലടാ. സൽമാനെ ഇത് 5 വലുതുണ്ടാവില്ല. 5 എടുക്ക്. ബാലൻസ് വേറെ എന്തിനാ അതിന്റെ ആവശ്യമുണ്ടോ? 5 എടുത്തപ്പോൾ വലുത് छोटा चाहिए नहीं बड़ा चाहिए बड़ा. അപ്പൊ ഇനിയും മാങ്ങക്ക് വേണ്ടി അടുത്ത കടയിലേക്ക് പോകാണ്. അപ്പൊ അടുത്ത കടയിൽ വെച്ച് കാണാം ഇനി. അപ്പൊ ഒരുവിധപ്പെട്ട എല്ലാം പർച്ചേസും ഇവിടത്തോടെ ഇനി കട മുട്ടക്കടയിൽ പോണം. സാധിക്കട വീട്ടിൽ കൊടുത്തിട്ട് പോവാം. വീണ്ടും മുട്ടക്കടയിൽ കയറി വീണ്ടും നമുക്ക് മുട്ടക്കടയിൽ നേരെ കണ്ണന്തറ ഞങ്ങള് വീട്ടിൽ പോയ പോരെ. കണ്ണന്തറ എളുപ്പം. മുട്ടക്കട നീ ഉദ്ദേശിക്കുന്നത് പാത്തിപ്പാലത്തിങ് അല്ലേ? എവിടത്തെ മുട്ടക്കട നീ പറഞ്ഞ? അല്ല നീ എവിടത്തെ മുട്ടക്കട പോവാ നീ പറഞ്ഞേ? ഓപ്ഷൻസിന്റെ ഓപ്പോസിറ്റാ? മുട്ട ഡ്രാഗൺ ആയിരിക്കണം എന്ന് പ്രത്യേകം നമ്മുടെ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായി. അതിന്റെ ഒരു ഇത് മൂലം നമ്മൾ ഡ്രാഗന്റെ മുട്ട തിരിഞ്ഞ് തപ്പി പിടിച്ചിട്ടതാണ് നമ്മള്. ഓ കോഴിയുടെ വണ്ടിയുടെ മുഖം ഒന്ന് ഇടിച്ചതുപോലെ തോന്നുന്നുണ്ട്. ഓ വെറുതെ പറഞ്ഞതാ, വെറും തോന്നൽ മാത്രമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ എങ്ങോട്ടായിരിക്കും? കട്ടപ്പന കുമളിക്കാരിലും പോണ്ടാ.
പോട്ടെ 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 അവിടെ പച്ച പോട്ടെ കോഴി ഇങ്ങനെ വെച്ചു കോഴി ഇങ്ങനെ വെച്ചു എങ്ങനെയും വെച്ചു റിസ്പാൻ കമോൺ റിസ്പാൻ സുഹൃത്തുക്കളെ നമ്മൾ അതിസാഹസികമായി സഞ്ചരിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പെരുമ്പാൽ സിഗ്നൽ കടന്നു ഹായ് സാർ നമസ്കാരം ഓ നമ്മളിങ്ങ വന്നിട്ട് ഇനി കടന്നല്ലേ ഈ റിസ്ബാൻ ഞാൻ ചിറ്റിപ്പാണ് ഗൈസ് റിസ്ബാന്റെ ഓൾ ടൈം ഫേവറേറ്റ് ഓൾ ടൈം അല്ല കേട്ടോ എടുക്കരുത് മുട്ടയെ സേഫായി സുഹൃത്തുക്കളെ സീറ്റ് വെച്ചിട്ട് മുട്ട പൊട്ടു ഒന്നും ആ സീറ്റ് തലക്ക് ഇതോ സാധിക്കാട് ഇതാണോ സാധിക്കാട് ഹലോ ഹലോ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയേ നമ്മുടെ പയ്യനെ നമ്മുടെ 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 NRI കൂട്ടുകാരൻ നമ്മുടെ NRI ഫണ്ടുള്ള NRI കൂട്ടുകാരൻ മിസ്റ്റർ റോബൻ എന്നറിയപ്പെടുന്ന എന്തുട്ടാർന്ന സ്ഥലത്തിന്റെ പേര് വെട്ടിക്കാട്ട് കുന്നിന്റെ പൊന്നോമനയായ അഭിമാനവും അപമാനവും ഒരുമിച്ചായ ഇതാ അടുത്ത ആള് വന്നിട്ടുണ്ട്. നീ എവിടെയാ അത് അന്ന് ഇന്നെല്ലാം അങ്ങനെയാണോ ആ ചുണ്ടിലുണ്ട് പക്ഷെ എല്ലാം. അപ്പൊ നമ്മുടെ വ്ലോഗ് ഏകദേശം സൈഡ് ആവാറായിട്ടുണ്ട്. ഇനിയിപ്പൊ ഈ പയവും കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തട്ടിലേക്കുള്ള സാധനങ്ങളും സാമഗ്രികളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മിസ്റ്റർ റോബനെ അതിന്റെ നന്നായി. റോബൻ 2 വാക്ക് നമ്മുടെ പ്രേക്ഷകരോട്. ഉഷാറാണ്, വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ദുബായിന്ന്, എല്ലാം ഉഷാറാണ്. നീ കമന്റ് ഇടാറില്ലല്ലോ, നീ കമന്റ് ഇടാത്തെന്താ? ഇന്ന് മുതല് സൽമാൻ സൂപ്പർ എന്ന് പറഞ്ഞ എല്ലാ ദിവസവും കമന്റ് ഇട്ടുള്ളൂ. എല്ലാ ദിവസവും അന്ന് കമന്റ് കമന്റ് വലിയ കാര്യമാണ് ഞാൻ ഓർത്തത്. നിന്റെ കമന്റിലുള്ള നമ്മുടെ സന്തോഷം എന്താണ്ടാ അൽഫാസ് ഉണ്ട്, ഇർഫാൻ ഉണ്ട്, നെസൽ കട്ട, ഞങ്ങളുടെ മെയിൻ നെസൽ കട്ട. എന്താടാ ഒരു പണിയില്ലെന്നൊക്കെ? അവിടെ പോയി കിടന്ന നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലോ. അല്ല എനിക്ക് നൈറ്റ് അളിയാ. സഫീർ പോയുള്ളൂന്ന്. പിന്നെ ഞാൻ പോയിട്ടുണ്ടാവില്ല, ലീവ് ആയിരിക്കും. എനിക്ക് നൈറ്റ് വർക്ക്. നമ്മള് കോഴിയുടെ 2ാമത്തെ വ്ലോഗാണ്. നീ കോഴിയുടെ 1ാമത്തെ വ്ലോഗ് ഉണ്ടോ? എടാ നീ യൂട്യൂബ് ചാനൽ റിസ്ബാൻ അല്ലേ? യൂട്യൂബ് ചാനൽ റിസ്ബാൻ സെർച്ച് ചെയ്യണം. എന്നിട്ട് നീ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. കേട്ടാ? എടാ നമുക്കും തിരക്ക്, നമ്മള് തിരക്കുള്ളടാ, നമ്മള് പഠിക്കുള്ളടാ. 110 വ്യൂസ് ചെയ്യാൻ വേണ്ടി വീഡിയോക്ക്. 110 വ്യൂസ് ആയിട്ടുണ്ട്. അതിനകത്ത് 20 എണ്ണം എന്റെ തന്നെയാണ്. എന്റെ ഫേക്ക് അക്കൗണ്ടിൽ ഞാൻ തന്നെ കാണുന്നതാണ്. 110 വ്യൂസ് ആയി. അതിനകത്ത് 20 എന്റെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ്. 5 അൽഫാസ് ഉണ്ട്. ലൈക്ക് 8 എണ്ണം, 8 ലൈക്ക് ഉണ്ട്. പക്ഷെ കമന്റില്ല. ഏയ് കമന്റ് ഓൺ ആക്കണോ? എന്തൊക്കെ ഇവനീ പറയണേ? നീ അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും.
ഇവിടെ കമന്റ് ബോക്സ് ഓൺ ആക്കിയിരുന്ന ഇങ്ങനെയുള്ള ഈ ഒരു സ്നേഹമല്ല അതുപോലെ പെരുമാറുന്ന ട്രോപ്പാണ്. റോബനൊക്കെ പണ്ട് നമ്മളെ പോയിരിക്കണ നീ ആ NRFNസിലെ കാലത്തെ വീഡിയോ ഒരു 10 മിനിറ്റ് തിരിച്ചിടാം. കമന്റ്സ് ആർ ഡിസേബിൾഡ്. അപ്പൊ ഗൈസ് നമ്മുടെ വ്ളോഗ് സൈഡ് ആക്കാനുള്ള സമയമായി. അവസാന പർച്ചേസ് ബാത്റൂം കഴിയുക. ഇതിന്റെ എല്ലാം പണിയുടെയും നമ്മുടെ തട്ടിന്റെയൊക്കെ ബിഹൈൻഡ് ദ സീൻസ് വരുന്നതാണ്. അപ്പൊ ഇൻഷാല്ലാ എല്ലാരും നോമ്പൊക്കെ പിടിക്കുക, നോമ്പ് കള്ളന്മാരാവാതിരിക്കുക. നമ്മുടെ ചെറിയ ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കമന്റ് അടിച്ചു പൊടിക്കുക. അപ്പൊ എല്ലാരും സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ അടുത്ത വീഡിയോ അടുത്ത് വരെ. ഓക്കെ, ബൈ ബൈ.